ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ ഒരു KTM Duke 250 യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 7 months ആയി. ആൻഡ് ഇത്രയും നാൾ കൊണ്ട് എനിക്കിതിൽ വന്ന കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കംപ്ലയിൻറ്റ് കിട്ടി. അതാണ് ഇതിലെനിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും മേജർ കംപ്ലയിൻറ്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ക്ലച്ച് ലോഡായി നിന്നിട്ട് ഈ വണ്ടി മൂവ് ചെയ്യിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ക്ലച്ച് ഇതുപോലെ നിൽക്കും, നമുക്ക് പുള്ള് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല ഗിയറിലിട്ട്. സോ ആ ഒരു കേസിൽ വഴിയിൽ ഞാനൊരു വൈകിട്ട് 6 ആയപ്പോൾ സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഫസ്റ്റ് 1 year നമുക്ക് ഫ്രീ റോഡ് സേഫ്റ്റി അസിസ്റ്റൻസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ റോഡ് സേഫ്റ്റി അസിസ്റ്റൻസിൻ്റെ നമ്പർ ഗൂഗിളിൽ തപ്പിയിട്ട് കോൾ ചെയ്തു. ആൻഡ് KTMൻ്റെ റോഡ് സേഫ്റ്റി അസിസ്റ്റൻസിനെ ഓറഞ്ച് അസിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഓറഞ്ച് അസിസ്റ്റിനെ വിളിച്ചു. അപ്പോൾ അവരെ വിളിച്ചു കഴിയുമ്പോൾ അത് ബേസിക്കലി ഒരു കോൾ സെൻറ്റർ പോലത്തെ ഒരു സ്ഥലമാണ്. അവർ ഹിന്ദി വാട്ട് ദിസ് ഗൈസ് ഡൂയിങ് അപ്പോൾ അവർ ഹിന്ദി ഓർ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ. അപ്പോൾ നമ്മൾ അവരോട് കാര്യം പറയണം. അത് കഴിയുമ്പോൾ അവർ നമ്മുടെ ലോക്കൽ ഏരിയയിലുള്ള ആളുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഞാൻ കോട്ടയത്താണുള്ളത്. ഈ ഒരു ഓറഞ്ച് അസിസ്റ്റുകാർ കോട്ടയത്തോട്ട് വേണമായിരുന്നു കണക്ട് ചെയ്യാൻ. അതിന് പകരം ഇവരാദ്യം കണക്ട് ചെയ്തത് എറണാകുളത്തോട്ടാണ്. ആൻഡ് ഇവർ കണക്ട് ചെയ്ത് വിട്ടതും ഏതോ ഒരു മെക്കാനിക്കിൻ്റെ അടുത്തോട്ടെന്തോ ആണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, വണ്ടിയിൽ നിന്ന് സ്പാനർ എടുത്തിട്ട് ശരിയാക്ക്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കറക്റ്റാണ്, പുള്ളി എറണാകുളത്തിൽ നിന്ന് എന്ത് ചെയ്യാനാണ്. പക്ഷേ നമ്മൾ വഴിയിൽ കിടക്കുന്ന ഒരാളോട് അങ്ങനെ ഒരു മറുപടി അല്ല ആരാണല്ലോ തരേണ്ടത്. സോ നിങ്ങളെ അവിടെ നിർത്തിയിരിക്കുന്ന ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളോട് കുറച്ചുകൂടി ഒരു രീതിക്ക് നല്ല രീതിക്ക് സംസാരിക്കണം. ബിക്കോസ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻസ്ഡായി പോകും. പക്ഷേ എനിക്ക് ടെൻസ്ഡാവാൻ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ വീടിന് ഏകദേശം അടുത്തായിരുന്നു, ഒരു 4-5 kilometers. അതുപോലെ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഇതുപോലൊരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന ഒരാളോട് സംസാരിക്കേണ്ടത്. അത് ആരാണ് സംസാരിച്ചതെങ്കിലും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഷോറൂമിൽ വിളിച്ചു. ഞാൻ ആദ്യം ഒന്ന് ഷോറൂമിൽ വിളിച്ചതാണ്, ബട്ട് ആ സമയത്ത് കോള് കണക്റ്റ് ആയില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓറഞ്ച് അസിസ്റ്റ് തന്നെ വരണം, അവരുടേക്ക് നമ്മൾ കാശ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് അവരൊരു കാര്യം കൂടെ പറഞ്ഞു. വണ്ടി ക്ലച്ച് ലോഡായതല്ല പറയണ്ടേ, എൻജിനിൽ നിന്ന് സൗണ്ട് കേട്ടിട്ട് വണ്ടി നിന്ന് പോയി എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ഞാൻ ഫോൺ വിളിച്ച് ഇതുപോലെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ ഷോറൂമുകാരെ വിളിച്ചു. ആൻഡ് ഷോറൂമുകാർ പറഞ്ഞു അവർ വെയിറ്റ് ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞ് അവർ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രെയിൻ ഒരു 1/2 hour വന്നു. ആൻഡ് ക്രെയിൻ അല്ല, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് നമ്മുടെ വണ്ടി കയറ്റുന്ന ആ ഒരു സംഭവം. എന്നിട്ട് ഐ ഫോർഗോട്ട് ഇറ്റ്സ് നെയിം. അപ്പോൾ അത് വന്നു, നമ്മൾ അത് കയറ്റി വണ്ടി ഷോറൂമിൽ കൊടുത്തു. അപ്പോൾ ഈ ഒരു ക്ലച്ച് ലോഡായി ആ പുതിയ വണ്ടിക്ക് വന്നത് എന്തുകൊണ്ടാണ് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ അതവർ ശരിയാക്കി തന്നപ്പോൾ എനിക്കൊരു മിസ്സിങ് വരാൻ തുടങ്ങി. അത് ഞാൻ സർവീസ് സെൻറ്ററിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്ക് തോന്നുന്നൊരു മിസ്സിങ്ങാന്ന് പറഞ്ഞു. പക്ഷേ ഇതെനിക്ക് വീണ്ടും 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 സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും വീണ്ടും സംഭവിച്ചപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞ് നോക്കിയപ്പോൾ ഈ ക്ലച്ച് ലോഡായുള്ള ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ECUവിൽ എന്തോ എറർ സംഭവിക്കാൻ തുടങ്ങി. അത് കാരണമാണ് പിന്നീട് മിസ്സിങ് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECUവിൻ്റെ കോഡ് അവർ റീസെറ്റ് ചെയ്തപ്പോൾ ശരിയായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ വണ്ടിയിൽ കിട്ടിയിട്ടുള്ള ഒരു വലിയ കംപ്ലയിൻറ്റ്. അത്യാവശ്യം വീടിനടുത്തായതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഇത് ഒരിക്കലാണ് സംഭവിച്ചത്, പിന്നെ എനിക്കിത് വന്നിട്ടുമില്ല. ആൻഡ് ഇത് സംഭവിച്ചത് എനിക്കൊരു എയർലി 500 kilometer ഓടി തുടങ്ങിയപ്പോഴാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് യാതൊരു പ്രശ്നവും ഇതുപോലത്തെ വന്നിട്ടില്ല. ആൻഡ് ഇത് ഞാൻ ജനറലി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രശ്നമല്ല. എല്ലാവർക്കും ഇങ്ങനെ ക്ലച്ച് ലോഡായി നിൽക്കുന്നൊരു പ്രശ്നം പറഞ്ഞ് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കെല്ലാം വരുമെന്ന് ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡ്യൂക്ക് 250 എടുക്കുന്നവർ എനിക്ക് മാത്രമായിട്ട് സംഭവിച്ച ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അതാണ് എനിക്ക് മേജർ കംപ്ലയിൻ്റായിട്ട് ഇതിൽ ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് ഇടയ്ക്കൊരു ബ്രേക്കിൽ, അതായത് ഇടയ്ക്ക് റോൾ ചെയ്യുമ്പം ഒരു സൗണ്ട്, ഇതൊക്കെ